പഴയ ബസ് സ്റ്റാൻഡിലുണ്ടായ ഒരു അപകടമാണ്. കാറ് ഒരു വീട്ടിലേക്ക് ഇടിച്ചു കയറുകയാണ് ചെയ്തത്. ആ വീടിൻ്റെ അടുക്കള ഭാഗം പൂർണ്ണമായിട്ടും നശിച്ചിരിക്കുകയാണ്. നിരന്തരം ആക്സിഡൻറ്റുകൾ ഉണ്ടാകുന്ന ഒരു മേഖലയാണ് ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഇതിനു മുമ്പേ തന്നെ ഒരു ബസ്സും മറ്റു പല വാഹനങ്ങളും ഇവിടെ ആക്സിഡൻറ്റിൽപ്പെട്ടുണ്ട്. ഒരു ബസ് അവിടെ ഇതിനു മുമ്പേ മറിയുകയും ചെയ്തിട്ടുണ്ട്. ഈ വീട് തകരുന്നത് ഇത് ആദ്യത്തെ സംഭവമല്ല. ഇതേപോലെ ആക്സിഡൻറ്റിൽ പല വണ്ടികളും ഈ വീടിൻ്റെ അടുക്കള ഭാഗം പൂർണ്ണമായിട്ടും ഇടിച്ച് തകർത്തിട്ടുണ്ട്. എന്തായാലും വണ്ടിയിൽ യാത്ര ചെയ്തവർക്കും ആ വീട്ടിലുള്ളവർക്കും യാതൊരു പ്രശ്നങ്ങളും സംഭവിച്ചിട്ടില്ല. അത് തന്നെ വലിയൊരു ഭാഗ്യം എന്ന് പറയും. കൊല്ലം തേനി ദേശീയ പാതയാണ് ഈ കാണുന്നത്. ട്രെയിൻ ഉപയോഗിച്ച് ഇപ്പോൾ ആ വണ്ടി നിവർത്തി വെച്ചിരിക്കുകയാണ്. എന്തായാലും ഇതിൽ യാത്ര ചെയ്തവരെല്ലാം സേഫായിട്ട് തന്നെ ഇരിക്കുന്നു. ആർക്കും പ്രശ്നങ്ങളൊന്നുമില്ലാതെ കുഞ്ഞുങ്ങളും ഈ വണ്ടിയിൽ യാത്ര ചെയ്തിരുന്നു. എന്തായാലും ആർക്കും ഒരു പരിക്കുകളില്ലാണ്ട് എല്ലാവരും രക്ഷപ്പെട്ടു. ഇവിടെ കട്ടിൽ പോയിട്ട് പിടിച്ചു മാറ്റിയാ. കട്ടിലൊന്നും ഇടാനുള്ള സ്ഥലമില്ല, ഉള്ളിടത്ത് കിടന്ന് ഉറങ്ങിയതാ. കണ്ടോ എല്ലാം മരണിക്കാതെ റോഡെന്ന് പറയുന്നത് വാഹന പ്രവാഹമാണ്, ഒരു പ്രളയമാണ് റോഡ്. ഇത് കണ്ടാൽ അറിയാം. തേനി റോഡിന്റെ പുനരുദ്ധാരണ പരിപാടികളൊക്കെ നിയന്ത്രണമാകുന്നതിന് മുൻപ് തന്നെ ഇതിനൊരു ശാന്തി ഉണ്ടായേ പറ്റത്തുള്ളൂ. കാരണം ഇത് നമ്മുടെ റോഡിന്റെ വികസനം ഓടി എത്തുന്ന സമയത്ത് വന്നാൽ പോരാ, അപ്പോഴത്തേക്കും നിരവധി ആൾക്കാരുടെ ജീവൻ എടുത്തു കഴിയും. അതുകൊണ്ട് അത്യാവശ്യമായി ഇവിടെ വേണ്ടുന്ന നടപടി ഇവിടെ സ്വീകരിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. അതിന് യാതൊരു തർക്കവുമില്ല. കാരണം ഇവിടെ ജീവൻ പൊലിയുന്ന ഒരു സ്ഥലമാണിത്.